നമസ്കാരം. വീണാസ് ലേണിംഗ് വേൾഡിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. ഇത് എഴുതിയിരിക്കുന്നത് സ്വയം പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഗാന്ധിജിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു രചനയാണിത്. ഗാന്ധിജിയുടെ കുട്ടിക്കാലം, അദ്ദേഹത്തിൻ്റെ മുതിർന്ന കാലം, നമ്മൾ ഇന്ന് കാണുന്ന ഗാന്ധിജിയിലേക്ക് കുട്ടിക്കാലത്തുള്ള ഗാന്ധിജി എങ്ങനെ രൂപപ്പെട്ടു, നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ളൊരു ഗാന്ധിജി ആയിരുന്നില്ല ആദ്യം മുതലേ ഗാന്ധിജി. അതിൽ നിന്നും എങ്ങനെയാണ് ഇന്ന് കാണുന്ന നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ആ ഗാന്ധിജിയുടെ ചിത്രത്തിലുള്ള ആ ഗാന്ധിയായി നമ്മുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി രൂപപ്പെട്ടു എന്നുള്ളതാണ് ഈ പാഠഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ, ഗാന്ധിജി എങ്ങനെ ഗാന്ധിജിയായി മാറി എന്നുള്ളതാണ് നമ്മുടെ പാഠഭാഗം. എഴുതിയിരിക്കുന്നത് ആരാണ്? സ്വയം പ്രകാശ് എന്ന് പറയുന്ന ആളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കിയേ, ഗാന്ധിജി ഗാന്ധിജി കൈസേ ബനെ, ഗാന്ധിജി എങ്ങനെ ഗാന്ധിജി ആയി. क्या तुम एक ऐसे गांधी जी की कल्पना कर सकते हो जिन्होंने कुर्ता पाजामा पहन रखा हो, जिनके पाँव में चप्पल और सर पर खूब सारे बाल और उन पर गांधी टोपी हो, और जिन्होंने बच्चों के स्कूल बैग की तरह गले में छोला टांग रखा हो. हाँ, गांधी जी जैसे फोटो में दिखते हैं वैसे हमेशा से नहीं थे. वे धीरे धीरे गांधी बने. कैसे? നോക്കി എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. ക്യാ തും, എന്താ നിങ്ങൾ, ഏക്ക് ഒരു, ഐസേ ഗാന്ധിജിക്ക് ഇങ്ങനെയുള്ള ഗാന്ധിജിയെ പറ്റി, കൽപ്പന കർ സക്തേ ഹോ സങ്കല്പിക്കുവാൻ കഴിയുമോ. എന്താ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു ഗാന്ധിജിയെ കുറിച്ച് സങ്കല്പിക്കുവാൻ കഴിയുമോ, ഇമാജിൻ ചെയ്യാൻ കഴിയുമോ. എങ്ങനെയുള്ള ഗാന്ധിജി? ജിനോനെ, ആരാണോ, കുർത്ത പജാമ, കുർത്ത എന്ന് പറഞ്ഞാൽ കുപ്പായം, പജാമ എന്ന് പറഞ്ഞാൽ കുപ്പായത്തിൻ്റെ കൂടെ ഇടുന്ന അയഞ്ഞ പാൻറ്റിനെയാണ് പറയുന്നത് കേട്ടോ. കുർത്ത പജാമ പഹൻ രഖാ ഹോ, കുർത്തയും പജാമയും ധരിച്ച ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ. ജിൻകെ പാവുമേ, ആരുടേതാണോ കാലിൽ, പാവ് കാൽ, ആരുടെ കാലിലാണോ, ചപ്പൽ ചപ്പൽ ചെരുപ്പും, ഓർ സർപ്പർ പിന്നെ എന്താണ് തലയിൽ, ഖൂബ് സാരെ ബാൽ വളരെയധികം മുടി, ബാൽ എന്ന് പറഞ്ഞാൽ എന്താണ് മുടി, ആടെ കാലിലാണോ ചെരുപ്പ്, പിന്നെ തലയിൽ ധാരാളം ബാൽ മുടിയുള്ളത്, ഓർ ഉൻപർ ആ മുടിയുടെ മുകളിൽ ഗാന്ധി ടോപ്പി ഹോ ഗാന്ധി തൊപ്പിയുള്ളത്, ഓർ എന്നിട്ട് നിൽക്കുന്നില്ല, വീണ്ടും പറയാണ്, ഓർ ജിനോനെ പിന്നെ ആരാണോ, ബച്ചോ കെ സ്കൂൾ ബാഗ് കി തര കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലെയുള്ള, ഗലേമേ കഴുത്തിൽ, ഛോല ഛോല എന്ന് പറഞ്ഞാൽ സഞ്ചി, ഠാങ് രക്കാഹോ ഠാങ്ങിന തൂക്കിയിടുക. അപ്പോൾ ആരാണോ കാലിൽ ചെരുപ്പ് ധരിച്ചിട്ടുള്ളത്, ആരുടെ തലയിലാണോ നിറയെ മുടിയുള്ളത്, ആ മുടിയുടെ മേളിലായിട്ടൊരു ഗാന്ധി തൊപ്പി വെച്ചിട്ടുള്ളത്, ഇനി കഴുത്തിൽ കുട്ടികളുടെ സ്കൂൾ ബാഗ് പോലുള്ളൊരു സഞ്ചി തൂക്കിയത്, ഇങ്ങനെയുള്ള ഒരു ഗാന്ധിജിയെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ എന്നാണ് നമ്മുടെ ലേഖകൻ ചോദിച്ചിരിക്കുന്നത്. ആ പാഠഭാഗത്തിൽ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ അറിയാം, ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെച്ചേക്കണം കേട്ടോ. ടെക്സ്റ്റിൽ നോക്കിയാൽ അറിയാം, ഗാന്ധിജിയുടെ 3 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഗാന്ധിജി നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ കാണുന്ന മഹാത്മാഗാന്ധിജിയുടെ രൂപങ്ങളല്ല ആ 3 ചിത്രത്തിലുള്ള അല്ലേ. ഒന്ന് കുട്ടിക്കാലം, 2 യുവാവായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിൽ കണ്ടോ, കോട്ടും സൂട്ടും ധരിച്ച ഗാന്ധി, കുർത്തയും പജാമയും തൊപ്പി തലപ്പാവും ധരിച്ച ഗാന്ധിജി. ഇങ്ങനെയുള്ള ഗാന്ധിജിയൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുമോ? ഇല്ല. നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് വട്ടക്കണ്ണടയുള്ള, മൊട്ടത്തലയുള്ള, വളരെ തുച്ഛമായ വസ്ത്രം ധരിച്ച, ഒരു മേൽമുണ്ടും ഒരു ഉടുമുണ്ടും മാത്രം ധരിച്ച ഗാന്ധിജി, വടികുത്തിപ്പിടിച്ച് നഗ്നപാതനായി നടക്കുന്ന ഗാന്ധിജിയെ മാത്രമേ നമ്മൾക്കറിയുള്ളൂ അല്ലേ. അതല്ലാണ്ട് ഈ പറഞ്ഞ രീതിയിലുള്ള കാലിൽ ചപ്പൽ ധരിച്ച, തലനിറയെ മുടിയും അതിൻ്റെ മേളിലായ ഗാന്ധി തൊപ്പിയും ഒരു സ്കൂൾ ബാഗ് പോലൊരു ബാഗും കഴുത്തിൽ തൂക്കിയ ഗാന്ധിജിയെക്കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കുവാൻ കഴിയുമോ എന്നാണ് ലേഖകൻ ചോദിക്കുന്നത്. ഇനി പറയുന്നു, ഹാ ഗാന്ധിജി ജैसे ഫോട്ടോ में दिखते हैं, അതെ
ഗാന്ധിജി ജയ്സെ, ഗാന്ധിജി എങ്ങനെയാണോ ഫോട്ടോ മേ ദിഖ്തേ ഹെ, ഫോട്ടോയിൽ കാണുന്നത്, വൈസെ അങ്ങനെ, ഹമേഷാസെ എല്ലായ്പ്പോഴും, നഹി ഥെ ആയിരുന്നില്ല. ഗാന്ധിജിയെ നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ഫോട്ടോകളിൽ കാണുന്നത് അതുപോലെ ആയിരുന്നില്ല ഗാന്ധിജി എന്നും ഉണ്ടായിരുന്നത്. വേ അദ്ദേഹം, ധീരെ ധീരെ ഗാന്ധി ബനെ, പതിയെ പതിയാണ് ഗാന്ധിയായി മാറിയത്. കൈസെ എങ്ങനെ, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ ഗാന്ധിജിയിൽ നിന്നും നമ്മൾ കാണുന്ന ഗാന്ധിജിയിലേക്കുള്ള പരിവർത്തന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിയ അടുത്ത പാരഗ്രാഫ്. बचपन में गांधी जी को अंधेरे से डर लगता था. उन्हें लगता था कोई फूद आकर उन्हें पकड़ लेगा. बड़े होकर वे खुद ऐसे हो गए कि अंग्रेज हुकूमत उनसे डरने लगी, मानो वे कोई भूत हो. നോക്കിയേ, ബച്പൻ മേ കുട്ടിക്കാലത്ത്, ഗാന്ധിജിക്കോ ഗാന്ധിജിക്ക്, അന്ധേരേസെ അന്ധേര ഇരുട്ട്, ഈ അന്ധേരേസെ ഇരുട്ടിനോട്, ഡർ ലഗ്താത്ത ഭയമായിരുന്നു. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഇരുട്ടിനെ ഭയങ്കര ഭയമായിരുന്നു. ഉനെ ലഗ്താത്ത അദ്ദേഹത്തിന് തോന്നുമായിരുന്നു, കോയി ഭൂത് ആക്കർ ഏതോ പ്രേതം ഭൂതം വന്ന്, ഉനെ പക്കൾലേക അദ്ദേഹത്തെ പിടിക്കുമെന്ന്. അപ്പോൾ കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഭയങ്കര പേടിയായിരുന്നു, അദ്ദേഹത്തിന് തോന്നുമായിരുന്നു ഭൂതം വന്ന് അദ്ദേഹത്തെ പിടിക്കുമെന്ന്. എന്നാൽ ബഡേ ഹോക്കർ വലുതായപ്പോൾ, വേ അദ്ദേഹം, ഖുദ് ഐസേ ഹോ ഗയേ കി, ഖുദ് സ്വയം, ഐസേ ഹോ ഗയേ ഇങ്ങനെയായി മാറി, കി എങ്ങനെയെന്നാൽ, അംഗ്രേസ് ഹുക്കൂമത്ത്, അംഗ്രേസ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ്, ഹുക്കൂമത്ത് എന്ന് പറഞ്ഞാൽ ഭരണം, ബ്രിട്ടീഷ് ഭരണം, ഉൻസേ ഡർനെ ലഗേ അദ്ദേഹത്തെ പേടിക്കുവാൻ തുടങ്ങി. മാനോ വേ കോയി ഫൂത് ഹോ ഏതാണെന്ന പോലെ, മാനോ മീൻസ് ആണെന്ന പോലെ, വേ കോയി ഭൂത് ഹോ അദ്ദേഹം ഏതോ ഭൂതമാണെന്ന പോലെ ബ്രിട്ടീഷ് ഭരണകൂടം തന്നെ അദ്ദേഹത്തെ പേടിക്കുവാൻ തുടങ്ങി. നോക്കിയേ, ഇപ്പൊ ഗാന്ധിജിക്ക് കുട്ടിക്കാലത്ത് ഇരുട്ടിനെ ഭയങ്കര പേടിയായിരുന്നു, അദ്ദേഹത്തിന് തോന്നുമായിരുന്നു ഏതെങ്കിലും ഭൂതം വന്ന് എന്നെ പിടിക്കുമോ എന്ന്. പക്ഷേ വലുതായി ഗാന്ധിജി എന്തായി മാറി? അദ്ദേഹം സ്വയം ഇങ്ങനെയായി മാറി. എങ്ങനെ? ബ്രിട്ടീഷ് ഭരണകൂടം പോലും ഏതോ ഭൂതത്തെ കണ്ടതുപോലെ അദ്ദേഹത്തെ കണ്ടാൽ പേടിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറി എന്നാണ് ലേഖകൻ പറയുന്നത്. നോക്കിയേ, जब उन्हें कतियावाड़ हाई स्कूल में पहली कक्षा में भर्ती कराया गया, तब उनकी उम्र थी 11 साल और उन्हें जो विषय पढ़ाए जाते थे वे थे इतिहास, भूगोल, गणित और अंग्रेजी. स्कूल की फीस थी 8 आने प्रति माह, यानी 50 पैसे हर महीने. पहले परीक्षा में गांधी जी 34 बच्चों में से 32वें स्थान पर रहे और 2 विषयों में तो उन्हें 0 मिला. എന്നാണ് പറയുന്നത്? ജബ് എപ്പോഴാണോ, ഉനെ അദ്ദേഹത്തെ, കത്തിയാവാഡ് ഹൈസ്കൂൾ മേം, കത്തിയാവാഡ് എന്ന് പറയുന്നത് ഗുജറാത്തിലൊരു സ്ഥലമാണ് കേട്ടോ. ആ കത്തിയാവാഡിലുള്ള ഹൈസ്കൂളിലേക്ക് പെഹലി കക്ഷാമേം, 1ാം ക്ലാസ്സിലല്ല, പെഹലി കക്ഷ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോറമാണ്, നമ്മുടെ ഹൈസ്കൂൾ പോലെ. അപ്പോൾ പെഹലി ഫോറമേം അല്ല, പെഹലി കക്ഷാമേം ഫസ്റ്റ് ഫോറത്തിൽ ഭർത്തി കരായ ഗയ, ഭർത്തി കർണ അഡ്മിഷൻ എടുക്കുക, പ്രവേശിപ്പിക്കുക. അപ്പോൾ എപ്പോഴാണ് അദ്ദേഹത്തിന് കത്തിയാവാഡ് ഹൈസ്കൂളിൽ ഫസ്റ്റ് ഫോറമിൽ അഡ്മിഷൻ ആയത്? തബ് ഉൻകി ഉമ്ര ഥി, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉമ്ര പ്രായമായിരുന്നു 11 സാൽ, 11 വയസ്സ്. കത്തിയാവാഡ് ഹൈസ്കൂളിൽ ഫസ്റ്റ് ഫോറമിൽ പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 11 വയസ്സ്. ഓർ ഉനെ ജോ വിഷയ് പഠായേ ജാതേ थे, ഓർ ഉനേം അദ്ദേഹത്തിനെ, ജോ വിഷയ് പഠായേ ജാ രഹേ थे ഏതൊക്കെ വിഷയങ്ങളാണ് പഠിപ്പിച്ചിരുന്നതെന്ന് നോക്കിയേ. വേഥേ അവയായിരുന്നു, ഇതിഹാസ്, ഇതിഹാസ് എന്ന് പറഞ്ഞാൽ ചരിത്രം, ഹിസ്റ്ററി. ഭൂഗോൾ, ഭൂഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? ജോഗ്രഫി, ഭൂമിശാസ്ത്രം. ഗണിത്, ഗണിതം, മാത്സ്. ഓർ അംഗ്രേസി, പിന്നെ ഇംഗ്ലീഷ്. അപ്പൊ ഏതൊക്കെ വിഷയങ്ങളാണ് അദ്ദേഹത്തിന് 11ാം വയസ്സിൽ ഫസ്റ്റ് ഫോറത്തിൽ പഠിക്കാനുണ്ടായിരുന്നത്? ചരിത്രം, ഭൂമിശാസ്ത്രം, ഗണിതം, ഇംഗ്ലീഷ്, ഇത്രയും വിഷയങ്ങൾ പഠിക്കാൻ ഉണ്ടായിരുന്നു. സ്കൂൾ കി ഫീസ് തി 8 ആനെ പ്രതി മാഹ്, സ്കൂളിലെ ഫീസ് എത്ര രൂപയായിരുന്നു? 8 ആനെ എന്ന് പറഞ്ഞാൽ അണ, 8 ആനെ 8 അണ, പ്രതി മാഹ് മാസം തോറും 8 അണ. അപ്പൊ മന്ത്ലി ഫീസ് 8 അണയാണ്. 8 അണ എന്ന് പറഞ്ഞാൽ എത്രയാണ്? യാനി അതായത് 50 പൈസേ ഹർ മഹീനെ,
50 പൈസ. മാസം, ഒരു മാസം 50 പൈസ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ഫീസ് എത്രയായിരുന്നു? മാസം 50 പൈസ അല്ലെങ്കിൽ 8 അണയായിരുന്നു സ്കൂൾ ഫീസ്. 1869 അദ്ദേഹം ജനിക്കുന്നത്. 11 വർഷം കഴിഞ്ഞിട്ട് 11ാം വയസ്സിലാണ് ചേർക്കുന്നത് അല്ലേ. ആ സമയത്ത് സ്കൂൾ ഫീസ് വെറും 50 പൈസയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. പെഹലി പരീക്ഷാമേ, ആദ്യ പരീക്ഷയിൽ ഗാന്ധിജി 34 ബച്ചോ മേംസെ, 34 എന്ന് പറഞ്ഞാൽ 34 ബച്ചോ മേംസെ, കുട്ടികളിൽ 34 കുട്ടികളിൽ 32 സ്ഥാൻ പർ രഹേ, 32ാം സ്ഥാനത്തായിരുന്നു. ടോട്ടൽ 34 കുട്ടികളുണ്ടായാലും 32ാം സ്ഥാനമാണ് ഗാന്ധിജിക്ക് കിട്ടിയത്. അപ്പോൾ പഠിത്തത്തിൽ വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു. ടോട്ടൽ 34 പിള്ളേർ, അതിനകത്ത് 32ാം സ്ഥാനമാണ് കിട്ടിയത്. ഓർ 2 വിഷയോമേം, 2 വിഷയങ്ങളിലോ ഉനേം 0 മില, അദ്ദേഹത്തിന് വട്ടപൂജ്യമാണ് ലഭിച്ചത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും അല്ലേ. ഇത്രയും മഹാനായ ഗാന്ധിജിക്ക് ഇത്രയും കുറച്ച് മാർക്കാണോ കിട്ടിയെന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പോൾ ഒരു വ്യക്തിയുടെ കഴിവ് നമ്മൾ അദ്ദേഹത്തിൻ്റെ മാർക്കൊന്നും വെച്ചിട്ടല്ല വിലയിരുത്തുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആദ്യ പരീക്ഷയ്ക്ക് അദ്ദേഹത്തിന് കിട്ടിയ മാർക്ക് ഇതാണ്. പക്ഷേ ഇന്ന് ലോകമെമ്പാടുമുള്ള സ്കൂളുകളിൽ പഠിക്കാൻ തന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫോറമിൽ കത്തിയവാഡ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് 11 വയസ്സ് പ്രായം. അദ്ദേഹം പഠിക്കാനായിട്ട് കൊടുത്തിരുന്ന വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്? ചരിത്രം, ഭൂമിശാസ്ത്രം, ഗണിതം, ഇംഗ്ലീഷ്. ഇനി സ്കൂളിൻ്റെ ഫീസായിരുന്നു മാസം 8 അണ അല്ലെങ്കിൽ 50 പൈസ. ആദ്യ പരീക്ഷയിൽ ഗാന്ധിജിക്ക് 34 കുട്ടികളിൽ 32ാം സ്ഥാനമായിരുന്നു. 2 വിഷയങ്ങൾക്ക് 0 ലഭിച്ചു. മനസ്സിലായല്ലോ. അടുത്ത പാരഗ്രാഫ് നോക്കാം. इंग्लैंड पढ़ने गए तो उनके लिए खूब सारे कपड़े सिलवाए गए. दक्षिण अफ्रीका में कुर्ता धोती पहनने लगे और भारत आए तो एक बार मदुरै गए भाषण देने. നോക്കിയേ, ഇംഗ്ലണ്ട് മെയിൻ പഠനെ ഗയേത്തോ, ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോൾ എന്ത് പഠിക്കാനാണ് പോയത്? ബാരിസ്റ്റർ പഠിക്കാനാണ് പോയത്, വക്കീലാവാൻ പഠിക്കാനാണ് പോയത് അല്ലേ. അങ്ങനെ അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയപ്പോൾ ഉൻകേലിയെ, അദ്ദേഹത്തിന് വേണ്ടി ഖൂബ് സാരേ, ധാരാളം, കപ്പടേ, വസ്ത്രങ്ങൾ, സിൽവായേ ഗയേ, തയ്പ്പിക്കപ്പെട്ടു. സിൽവാന തയ്ക്കുക, സിൽവായേ ഗയേ തയ്പ്പിക്കപ്പെട്ടു. ഇംഗ്ലണ്ടിൽ പഠിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് വസ്ത്രങ്ങൾ തയ്പ്പിച്ചു. ദക്ഷിണാഫ്രിക്കാമേ, ദക്ഷിണാഫ്രിക്കയിൽ കുർത്ത ധോത്തി പഹന്നെ ലഗേ, കുർത്തയും ധോത്തിയും, ധോത്തി എന്ന് പറഞ്ഞാൽ മുണ്ട്, കുർത്തയും മുണ്ടുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ആദ്യം കുർത്തയും പജാമയായിരുന്നു അല്ലേ. പിന്നെ ദക്ഷിണാഫ്രിക്കയിൽ പോയപ്പോൾ അദ്ദേഹം കുർത്തയും ധോത്തി മുണ്ടും ധരിക്കാൻ തുടങ്ങി, കുപ്പായവും മുണ്ടും ധരിക്കാൻ തുടങ്ങി. ഓർ ഭാരത് ആയേത്തോ, ഇനി ഇടയ്ക്ക് ദക്ഷിണാഫ്രിക്കയിലായിരുന്നിട്ട് കുറച്ച് ദിവസം 1901 അദ്ദേഹം ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയിലാണ് താമസമെങ്കിലും ജസ്റ്റ് ഒരു വട്ടം ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹം? ഏക് ബാർ, ഒരു വട്ടം, മധുരൈ ഗയേ ഭാഷൺ ദേനെ, മധുരയിൽ പോയി. എന്തിനാ? ഭാഷൺ ദേനെ. ഭാഷണം എന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗം. ഭാഷൺ ദേനെ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ. അപ്പോൾ ഒരു വട്ടം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ സമയത്ത് അദ്ദേഹം മധുരയിൽ ഒരു പ്രസംഗം നടത്താൻ പോയി. നോക്കിയേ, वहाँ में एक औरत को देखा जो तालाब में अपनी धोती धो रही थी, लेकिन कैसे? आधी पहनती थी और बाकी आधी धोती थी, फिर धुली हुई को पहन लेती थी और शेष को धोती थी. उसकी हालत देखकर गांधी जी भीतर तक हिल गए और बस उसी समय उन्होंने फैसला कर दिया कि अब सिर्फ एक धोती ही पहनूंगा. बाद में ഗോൾമേസ് സമ്മേളൻ കെ ലിയെ ലണ്ടൻ ഗയേ. നോക്കിയേ, വഹാം, മധുരയിൽ പ്രസംഗത്തിന് പോയെന്ന് പറഞ്ഞില്ലേ, വഹാം, അവിടെ ഏക്ക്, ഒരു, ഔരത് കോ ദേഖ, ഔരത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ, അവിടെ ഒരു സ്ത്രീയെ കണ്ടു. ജോ, അവർ എന്ത് ചെയ്യാണ്? താലാബുമേ, കുളത്തിൽ, അപ്പനി, തൻ്റെ, ധോത്തി, മുണ്ട്, ധോരഹീത്തി, കഴുകുകയായിരുന്നു. അപ്പൊ മധുരയിൽ പോയപ്പോൾ അദ്ദേഹം മധുരയിൽ ഒരു കുളത്തിന് സമീപം ഒരു സ്ത്രീയെ കണ്ടു. അവരെന്ത് ചെയ്യായിരുന്നു? ആ കുളത്തില് തൻ്റെ ധോത്തി, തൻ്റെ മുണ്ട് കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ധോത്തി, മുണ്ട്, ധോന, കഴുകുക. ലേക്കിൻ കൈസേ, പക്ഷെ എങ്ങനെ? അവര് ഈ വസ്ത്രം കഴുകുന്നതിനൊരു പ്രത്യേകതയുണ്ട്, അതാണ് പറയുന്നത്. ആധി പെഹൻതി ഥി, അവര് മുണ്ടിന്റെ പകുതി, ആധി പകുതി, പെഹൻതി ഥി ധരിച്ചിരുന്നു. ഓർ ബാക്കി ആധി, എന്നിട്ട് ബാക്കി പകുതി
ധോത്തി തി, കഴുകുന്നായിരുന്നു. നോക്കിയേ, ഒരു മുണ്ടുണ്ട്, ആ സ്ത്രീ പകുതി മുണ്ട് ഉടുത്തിരിക്കുകയാണ്, പകുതി കഴുകുകയാണ്. ഫിർ ധുലി ഹുയി കോ, പിന്നീട് കഴുകിയ, ധുലി ഹുയി കഴുകിയ, കോ പഹല്ലേത്തി, കഴുകിയ ഭാഗം ധരിച്ചു, ഓർ ശേഷുക്കോ ധോതി തി, എന്നിട്ട് മറ്റേ ഭാഗം കഴുകുന്നുണ്ടായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒരു സ്ത്രീയാണ്, അവര് ഒരു മുണ്ട് ധരിച്ചിട്ടുണ്ട്. എങ്ങനെ ആ മുണ്ട് ധരിച്ചിരിക്കുന്നത്? കുറച്ചു ഭാഗം പകുതി ധരിച്ചിട്ടുണ്ട്, പകുതി അവര് കഴുകുകയാണ്. ഇനി കഴുകിയ വശം ഉടുത്തേച്ച് ബാക്കി പകുതി കഴുകുന്നു. എന്താണെന്ന് മനസ്സിലായി? അത്രയും പാവപ്പെട്ട സ്ത്രീയാണെന്ന് മനസ്സിലായല്ലേ? അവർക്ക് ഒരേ ഒരു വസ്ത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ പകുതി ഉടുത്തിട്ട് പകുതി കഴുകുന്നു, കഴിയ ഭാഗം ഉടുത്തിട്ട് മറുപകുതിയും കഴുകുന്നു. ഇത് വളരെ ദയനീയമായ ഒരു ദൃശ്യമായിരുന്നു ഗാന്ധിജി കണ്ടത്. ഗാന്ധിജി വളരെ വിഷമിച്ചു പോയി ഈ ഒരു ദൃശ്യം കണ്ടിട്ട്. നോക്കിയേ, ഉസ്കി ഹാലത്ത് ദേക്കർ, ഉസ്കി അവരുടെ ഹാലത്ത് അവസ്ഥ, ദേക്കർ കണ്ടിട്ട് ഗാന്ധിജി, നമ്മുടെ ഗാന്ധിജി, ഫീത്തർ തക്, ഫീത്തർ എന്ന് പറഞ്ഞാൽ അകം, ഫീത്തർ തക് എന്ന് പറഞ്ഞാൽ അകം വരെ, ഗാന്ധിജിയുടെ ഉള്ളു വരെ എന്ത് ചെയ്തു? ഹിൽ ഗയെ, വിറച്ചുപോയി. ഗാന്ധിജിയുടെ മനസ്സ് വരെ വിറച്ചുപോയി ഈ ഒരു ദൃശ്യം കണ്ടിട്ട്. അത്രത്തോളം ദരിദ്രരായിട്ടുള്ള ആൾക്കാരായിരുന്നു അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് എന്ന സത്യം ഗാന്ധിജി അന്ന് മനസ്സിലാക്കി. ഒരു വസ്ത്രം മാറി ഉടുക്കാനില്ലാത്തവരാണ് ഇന്ത്യക്കാര്. അദ്ദേഹം എന്ത് ചെയ്തു? പഠിക്കാനായിട്ട് ഒത്തിരി നാളെ മുൻപേ ലണ്ടനിൽ പോയതാണ്. അദ്ദേഹം മധുരയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇത്രയും ദരിദ്രരായിട്ടുള്ള ആൾക്കാര് ഇന്ത്യയിൽ ഉണ്ട് എന്ന് അദ്ദേഹം ആദ്യമായിട്ട് അറിഞ്ഞത് അപ്പോഴാണ്. ഉസ്കി ഹാലത്ത് ദേക്കർ ഗാന്ധിജി ഫീത്തർ തക് ഹിൽ ഗയെ, അവരുടെ അവസ്ഥ കണ്ട ഗാന്ധിജിയുടെ ഉള്ളു വരെ വിറച്ചുപോയി. ഓർ ബസ്, പിന്നെ അത്രമാത്രം. ഉസി സമയ്, ആ നിമിഷം തന്നെ, ഉനോനെ ഫൈസ്ല കർ ലിയ, ഉനോനെ അദ്ദേഹം, ഫൈസ്ല കർ ലിയ, ഫൈസ്ല തീരുമാനം, തീരുമാനം എടുത്തു. എന്താ തീരുമാനം? കി എന്തെന്നാൽ, അബ് ഇനി സിർഫ് ഏക് ധോത്തി ഹി പഹനൂങ്ക, ഇനി ഒരു ധോത്തി, ഒരു മുണ്ട് മാത്രമേ ധരിക്കുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനമെടുത്തു. ഉറച്ച തീരുമാനമെടുത്തു അല്ലേ? ഇത്രയും ദരിദ്രരായിട്ടുള്ള ആൾക്കാര് ഇന്ത്യയിലുള്ളപ്പോൾ താൻ ഇത്രയും ആർഭാടപൂർണമായ വസ്ത്രം ധരിക്കുന്നത് ശരിയല്ല എന്നും, ഇനിമേൽ ഞാനും സാധാരണക്കാരായ ഇന്ത്യക്കാരെ പോലെ ഒരൊറ്റ മുണ്ട് മാത്രമേ ധരിക്കുള്ളൂ എന്ന് ഗാന്ധിജി തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ ഇതാണ് കഥ. മനസ്സിലായോ? നമ്മൾ വിചാരിക്കും ഗാന്ധിജി പാവപ്പെട്ടവനായതുകൊണ്ട് വസ്ത്രം ധരിക്കാത്തതാണെന്ന്. അങ്ങനെ അല്ല. ഗാന്ധിജി ഈ ഒരു ദൃശ്യം കണ്ട് ഗാന്ധിജിയുടെ മനസ്സ് വേദനിച്ചു. അതുപോലെ തന്നെ ആൾക്കാർക്ക് ഭക്ഷണമില്ല. അതുകൊണ്ട് ഗാന്ധിജി ദിവസത്തിൽ ഒരേ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിച്ചിരുന്നുള്ളൂ. അതും എന്താണ്? ആട്ടിൻ്റെ പാല് മാത്രം. വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണം, അതീവ ലളിതമായ വസ്ത്രധാരണമാണ് ഗാന്ധിജി പിന്തുടർന്നു പോകുന്നത്. ചെരുപ്പ് ധരിച്ചിരുന്നില്ല. കാരണം എന്താ? സാധാരണക്കാരായ ജനങ്ങൾക്ക് ചെരുപ്പില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഏറ്റവും ലളിത ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത്. അതിൻ്റെ പിന്നിലെ കഥ ഇതാണ്. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ എന്തേ ചെയ്യത്തുള്ളൂ? ഒരു ധോത്തി മാത്രമേ ധരിക്കുള്ളൂ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ബാദ് മേ ഗോൾഡ് മേസ് സമ്മേളൻ കെ ലിയെ ലണ്ടൻ ഗയെ, ബാദ് മേ പിന്നീട്, ഗോൾഡ് മേസ് സമ്മേളൻ, വട്ടമേശ സമ്മേളനം അല്ലെ, റൗണ്ട് ടേബിൾ സമ്മിറ്റ് എന്നൊക്കെ പഠിക്കും. 1930, 31, 32 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ? ലണ്ടനിൽ വെച്ച് നടന്ന വട്ടമേശ സമ്മേളനത്തിലെ 2ാം വട്ടമേശ സമ്മേളനത്തില് അംബേദ്കറോടൊപ്പം ആര് പോയി? ഗാന്ധിജി പോയി. 3 വട്ടമേശ സമ്മേളനങ്ങളിലും അംബേദ്കർ പങ്കെടുത്തിട്ടുണ്ട്. 2ാമത്തേല് മാത്രം ഇർവിൻ പ്രഭുവിന്റെ ക്ഷണപ്രകാരം നമ്മുടെ ഗാന്ധിജി പോവുകയാണ്. അപ്പൊ ലണ്ടനിൽ പോണം. അവിടെ ചെന്നപ്പോൾ എന്താണ്? ഈ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ഗാന്ധിജി പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരു സംഭവമാണ് പറയുന്നത്. വഹാം തോ ഖൂബ് സർത്തി പഡ്തി ഹെ, तो वहाँ के बच्चे पूछते थे, बाबा तुम्हारी पतलून कहाँ गई? गांधी जी उन्हें कोई जवाब नहीं देते थे, बस हंसकर रह जाते थे। लेकिन जब रानी से मिलने गए तो रानी के दरबार में ऐसे जाना तो अदब कायदे के खिलाफ था। तो किसी ने पूछा कि इतने कम कपड़ों में दरबार में कैसे जाओगे? तो बोले, फिक्र मत करो, तुम्हारे राजा ने हम दोनों के बराबर कपड़े अकेले ही पहन रखे होंगे. നോക്കിയേ, അപ്പോൾ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയി. വഹാം തോ, അവിടെയാണെങ്കിലോ, ഖൂബ് സർദി പഡ്തി ഹെ, സർദി എന്ന് പറഞ്ഞാൽ തണുപ്പ്, വളരെ തണുപ്പാണ്. ലണ്ടനിലൊക്കെ കൊടും തണുപ്പാണ് അല്ലേ? അവിടുത്തെ ആൾക്കാർ കോട്ടും സൂട്ടും ധരിക്കുന്നത് ആ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനാണ്. അപ്പോൾ
അവിടെ വളരെ തണുപ്പായിരുന്നു. തോ അപ്പോൾ വഹാക്കെ ബച്ചേ പൂസ്തേ തേ, അവിടുത്തെ കുട്ടികൾ ചോദിച്ചിരുന്നു. ബാബ, ബാബ എന്ന് സ്നേഹത്തോടെ വിളിക്കാണ് കേട്ടോ. ബാബ, തുമാരി പത്ലൂൺ കഹാം ഗയി, തുമാരി താങ്കളുടെ നിങ്ങളുടെ പത്ലൂൺ, പത്ലൂൺ എന്ന് പറഞ്ഞാൽ പാൻറ്, താങ്കളുടെ പാൻറ് കഹാം ഗയി എവിടെ പോയി എന്ന് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പ് കാരണം അവിടുത്തെ കുട്ടികൾക്ക് അറിയില്ലല്ലോ ഗാന്ധിജി ലളിതമായ വസ്ത്രമാണ് ധരിക്കുന്നതെന്ന്. അവരെന്ത് ചെയ്തു? സംശയത്തോടു കൂടി ഗാന്ധിജിയോട് ചോദിച്ചു, ബാബ താങ്കളുടെ പാൻറ് എന്തേ എന്ന് ചോദിച്ചു. ഗാന്ധിജി ഉന്നെ കോയി ജവാബ് നഹി ദേത്തേ തേ, ഗാന്ധിജി അവരോട് കോയി ജവാബ് ഒരു മറുപടിയും നഹി ദേത്തേ തേ പറയുമായിരുന്നില്ല. ബസ് മാത്രം, എന്ത് മാത്രം ചെയ്യുമായിരുന്നു? ഹസ്കർ രഹ്ജാത്തേ തേ, ചിരിക്കുക മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. കാരണം ആ കുഞ്ഞുങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള വിവരമൊന്നുമില്ല അല്ലേ. അപ്പൊ ഗാന്ധിജി അവരോട് മറുത്തൊന്നും പറയില്ല, ചിരിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്തിരുന്നു. നോക്കിയേ, ലേക്കിൻ എന്നാൽ ജബ് റാണി സേ മിൽനെ ഗയേ, എപ്പോഴാണോ റാണിയെ കാണാൻ പോയത്. ആരാണ് റാണി? നമ്മുടെ ക്യൂൻ വിക്ടോറിയ ആണ് അക്കാലത്ത് ലണ്ടനിലെ രാജ്ഞി. അപ്പോൾ വട്ടമേശ സമ്മേളനം കഴിഞ്ഞിട്ട് ജെയിംസ് പാലസിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ക്യൂൻ വിക്ടോറിയ കാണാനായിട്ട് പോകണം. അങ്ങനെ പോവാൻ നേരത്തെ എന്ത് ചെയ്തു? ജബ് റാണി സേ മിൽനെ ഗയേ തോ റാണി കെ ദർബാർ മേ, റാണിയുടെ ദർബാറിൽ സദസ്സിൽ ഐസേ ജാനാ തോ, ഇങ്ങനെ പോകുന്നത് അദബ് കായിദയ്ക്ക്, മാന്യമായ പെരുമാറ്റത്തിന് ഖിലാഫ്ത, എതിരായിരുന്നു. അദബ് കായിദ എന്ന് പറഞ്ഞാൽ എന്താണ്? മാന്യമായ പെരുമാറ്റം, നമ്മൾ ഡീസൻസി ഒക്കെ കീപ്പ് ചെയ്യണമെന്ന് പറയത്തില്ലേ, അത് തന്നെ. അപ്പോൾ ഒരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? രാജ്ഞിയെ കാണാൻ പോകുമ്പോൾ അതിൻ്റെതായ മാന്യമായ വസ്ത്രം ധരിക്കണം എന്നാണ്. പക്ഷേ ഒറ്റമുണ്ട് മാത്രം ധരിച്ച് റാണിയെ കാണാൻ പോകുന്നത് എന്തായിരുന്നു? നിയമങ്ങൾക്കും എന്താണ് മാന്യമായ പെരുമാറ്റ ചട്ടങ്ങൾക്കും ഖിലാഫ്ത, ഖിലാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എതിര്, ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്തു? തോ കിസിനെ പൂച്ച, അപ്പൊ ആരോ ചോദിച്ചു, ഇത്തനെ കം കപ്പടോമേ, ഇത്ര കുറഞ്ഞ വസ്ത്രങ്ങളിൽ ദർബാർമേ കേസേ ജാവോഗേ, ആ സദസ്സിൽ എങ്ങനെ പോകും? ഒരു റാണിയെ കാണാൻ പോവുകയാണ്, ആ പാടെ ഒരൊറ്റ മുണ്ട് മാത്രമുണ്ട്. അപ്പൊ ആരോ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഈ വേഷത്തിലെ റാണിയെ കാണാൻ ദർബാറിൽ പോകും എന്ന് ചോദിച്ചു. അപ്പൊ ഗാന്ധിജി കൊടുത്ത മറുപടി നോക്കിയേ, വളരെ രസകരമാണ്. തോ ബോലെ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫിക്കർ മത് കരോ, യു ഡോണ്ട് വറി, നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫിക്കർ ചിന്ത, ഫിക്കർ മത് കരോ, ചിന്തിക്കേണ്ട കാര്യമില്ല. യു ഡോണ്ട് വറി, തുമാരെ രാജാനെ, നിങ്ങളുടെ രാജാവ്, ഹം ദോനോ കെ ബരാബർ, ഹം ദോനോ, ഞങ്ങൾക്ക് രണ്ടു പേർക്കും, ബരാബർ തുല്യമായ രീതിയിൽ, കപ്പടെ വസ്ത്രങ്ങൾ, അക്കേലേഹി ഒറ്റയ്ക്ക് തന്നെ, പഹൻ രഖേ ഹോങ്കെ ധരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഗാന്ധിജി പറഞ്ഞു. ഗാന്ധിജിയുടെ മറുപടി എന്താണ്? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല, എനിക്കും കൂടി വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ആര് ധരിച്ചിട്ടുണ്ടാവും? നിങ്ങളുടെ രാജാവ് ധരിച്ചിട്ടുണ്ടാകും എന്ന് ഗാന്ധിജി പറഞ്ഞു. ബ്രിട്ടീഷുകാരുടെ വസ്ത്രവിധാനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? ബ്രിട്ടീഷ് രാജാക്കന്മാർ എന്താണ്? ഒരു കോട്ട്, അതിൻ്റെ പുറത്ത് വേറൊരു കോട്ട്, അതിൻ്റെ പുറത്ത് വേറൊരു കോട്ട്, ഫുൾ ആഡംബരപൂർണമായ വസ്ത്രവിധാനങ്ങളാണ് ബ്രിട്ടീഷുകാർ ഫോളോ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഗാന്ധിജി പറയാണ്, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രം കൂടി ആര് ധരിച്ചിട്ടുണ്ട്? നിങ്ങളുടെ രാജാവ് ധരിച്ചിട്ടുണ്ടായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. അവിടെ ഗാന്ധിജി എന്തിന്റെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത്? ബ്രിട്ടീഷുകാരുടെ അത്യാഡംബരത്തിന്റെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത് അല്ലേ. ഒരാൾക്ക് ധരിക്കാൻ മാന്യമായ ഒരു വസ്ത്രം മതി, പക്ഷേ ബ്രിട്ടീഷുകാർ കാണിക്കുന്ന അമിതമായ ആഡംബര ഭ്രമത്തെയാണ് ഗാന്ധിജി അവിടെ കളിയാക്കിയത്. ഗാന്ധിജിയെ കളിയാക്കാൻ ശ്രമിച്ചു, പക്ഷെ ഗാന്ധിജി തിരിച്ച് വളരെ ശക്തമായൊരു മറുപടി കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടുള്ള വസ്ത്രം നിങ്ങളുടെ രാജാവ് തന്നെ ഒറ്റയ്ക്ക് ധരിച്ചിട്ടുണ്ടാകും, അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് ഗാന്ധിജി പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മളൊരു 3 പാരഗ്രാഫ് ഫുള്ള് പഠിച്ചു. ഇനി അതുപോലൊരു 3 പാരഗ്രാഫ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണും വരേക്കും. ദിസ് ഈസ് വിനാസ് സൈനിങ് അപ്പ് ഫ്രം വിനാസ് ലേണിംഗ് വേൾഡ്. Goodbye.